ട്രിവാൻഡ്രം ഫെസ്റ്റിവലിൽ ചവിട്ട് നാടകത്തിലൂടെ അരങ്ങ് തകർത്ത മോളി കണ്ണമ്മാലിയും സംഘവും. വിശുദ്ധ ദേവസഹായം പിള്ള എന്ന ചവിട്ട് നാടകമാണ് അരങ്ങിലെത്തിയത്. മോളി കണ്ണമ്മാലി പക്ഷേ ഇത്തവണ അണിയറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒൻപതാമത്തെ വയസ്സു മുതൽ ചവിട്ട് നാടകം കലാകാരിയായി തുടങ്ങിയ മോളി കണ്ണമാലി ഇന്ന് അണിയറയിലാണ്. പക്ഷേ വിട്ടുനിൽക്കുന്നില്ല. പിന്നാമ്പുറ കാഴ്ചകളിലൊക്കെയും മോളിയുടെ കയ്യൊപ്പുണ്ട്. ഇപ്പം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഈ നാടകം തന്നെ ഞങ്ങൾ രണ്ടാമത്തെ നാടകം ഇപ്പം 2-3 നാടകം ഞാനിപ്പോൾ സംവിധാനം ചെയ്യിക്കുന്നത്. പിന്നെ ഇപ്പോൾ അണിയറയിൽ മുഴുവൻ ഞാനാണ്. ഈ നാടകം രചന എഴുതിയിരിക്കുന്നത് BC ഫ്രാൻസിസ് ആണ്. ഇതിൻ്റെ അകത്ത് സഹസംവിധാനം ചെയ്തിരിക്കുന്നത് മൈക്കിൾ സൗദിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കോർഡിനേറ്റർ എല്ലാ കാളും ഞാൻ തന്നെ. അതെ, കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും മക്കളെ. അവർക്ക് പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നിവർത്തി കൊടുക്കും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുവരാ. വിശുദ്ധ ദേവസഹായം പിള്ളയാണ് മോളി കണ്ണമാലിയും ടീമും ഇന്ന് വേദിയിലെത്തിച്ചത്. അത് ഇപ്പോൾ നമ്മുടെ കാറ്റടി ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പള്ളിയിലെ ചരിത്രമല്ല ഇത്. ദേവസഹായം പിള്ള എന്ന് പറയണത്. ഇതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, പുള്ളിക്കാരൻ ഒരു ഹിന്ദു ആയിരുന്നു. ആ പുള്ളിക്കാരൻ ക്രിസ്തു മതത്തിലേക്ക് ചേർന്ന് അങ്ങനെ പുള്ളിക്കാരൻ ആ ദൈവത്തിൻ്റെ അകൽപ്പാട് തന്നെ അങ്ങനെ ദൈവം എങ്ങനെയാണ് മരിച്ചു ആ ജീവിതം തന്നെയാണ് ഇപ്പം പുള്ളിക്കാരനും ഈ ദൈവസഹായം പിള്ളയും അനുഭവിച്ച് ജീവിക്കുന്നത്. കാരണം പുള്ളിക്കാരനെ ആണിയാൽ തറച്ചെങ്കിലും ദൈവസഹായം പിള്ളേരെ കൊല്ലുന്നത് വെടിവെച്ചാ കൊല്ലണം. ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം പരമ്പരാഗതമായി പ്രചാരത്തിലുള്ള ചവിട്ട് നാടകം അനന്തപുരിയിലെ പ്രേക്ഷകർക്ക് നവ്യാനുഭവമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ആവേശം നിറഞ്ഞതായിരുന്നു മോളിയുടെയും സംഘത്തിന്റെയും അവതരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.